മാസം ഒരിടവകയിലിരുന്നു, 2 മാസം. അപ്പോ രൂപതയുടെ ഒരു നിയമം വന്നല്ലോ, എന്താണ് ഈ കുർബാനകളൊന്നും കുരിശടികളിലൊന്നും പാടില്ല എന്ന്. അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. നിയമം വരുന്നതിന് മുന്നേ ഞാനും അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഏറ്റവും വലിയ ആരാധനയാണ് കുർബാന. അതിൽ നമ്മൾ ഒരിക്കലും കളങ്കം വരുത്താൻ പാടില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം വേദനകൾ വരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കുരിശടി വെച്ച് നടത്താൻ രൂപത അനുവദിക്കുന്നില്ല. അപ്പോഴൊരു ചേട്ടൻ പറഞ്ഞതാണ്, ചേട്ടാ അല്ല അച്ഛ, അച്ഛന് പറയാം, ഞങ്ങളുടെ ഇടവകയാണ്, ഞങ്ങൾ തീരുമാനിക്കും. വൈദികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ പോലെ, ഇടവകയെന്ന് പറഞ്ഞാൽ തുറമുഖം. നിങ്ങൾ വരും പോകും, നിങ്ങൾ വരും പോകും. അതുകൊണ്ട് അച്ഛ, ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ നടക്കുന്നത് പോലെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ രൂപതയുടെ നിയമം പാലിക്കേണ്ടത് എൻ്റെ അവകാശമാണ്, കടമയാണ്. അതിന് എന്ത് വില കൊടുത്തും ഞാനത് നേടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ തുറമുഖം ഇത്ര മനോഹരമായിട്ട് ആത്മീയ വ്യാപാരങ്ങൾ നടത്തുന്നത് ഈ പുരോഹിതർ കപ്പലുകൾ പോലെ വന്നു പോയി നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലേ? ഒരു തുറമുഖത്ത് കപ്പൽ വരാതിരുന്നു കഴിഞ്ഞാൽ ആ തുറമുഖത്തെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ? തുറമുഖം എന്ന് പറയാം, അത്രമാത്രം എന്നുള്ളത് അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങള് ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് ആരെടുത്തും എന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ, കപ്പൽ വരണം, തുറമുഖവും വേണം, രണ്ടും പൂരകങ്ങളാണ്. അതിനുശേഷം ചേട്ടൊന്നും പറഞ്ഞു. പ്രിയമുള്ളവരെ, പുരോഹിതരെ സ്നേഹിക്കുക, കരുതുക. അവര് ബലഹീനരാണ്. സാധാരണ നിങ്ങളെപ്പോലെ സാധാരണ അപ്പന്റെയും അമ്മയുടെയും മകനായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ, ജനിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ബലഹീനനാണ്. അവന്റെ കുറവുകൾ കാണുമ്പോൾ അവന്റെ കരങ്ങൾ ചേർത്ത് പിടിക്കാനും അവന് ശക്തിപ്പെടുത്തുവാനും ജനത്തിന് കഴിയണം. ഏറ്റവും കൂടുതൽ ആഘോഷിക്കണം നമ്മളാണ്. ഒരു പുരോഹിതൻ വീഴുമ്പോൾ, കത്തോലിക്ക പുരോഹിതൻ ഒരാൾ വീഴുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കണം കത്തോലിക്കനായ നമ്മളാണ്. ഞാൻ ഉൾപ്പെടേണ്ടതെന്നല്ല, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടവരല്ല നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മൾ എപ്രകാരമാണോ പുരോഹിതരെ കരുതുന്നത്, ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ ആയിരിക്കും നമ്മുടെ ഇടവകയിലെ മക്കള് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ഉയർന്നു വരിക. പ്രിയമുള്ളവരെ, ഇവിടെ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. നല്ല പുരോഹിതര് നമ്മുടെ ഇടവകയിൽ നിന്നുണ്ടാകുവാൻ. നിങ്ങൾക്കറിയാം, ഇത്രമാത്രം പ്രശ്നങ്ങൾ. ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മീഡിയയിൽ അച്ഛന്മാരെ അലക്കുന്നതിൽ ഒരു ഉടുപ്പില്ലാതെ നമ്മളെ കുറിച്ച് പറയുമെന്നുള്ളതാണ്. ഞാൻ